പിന്നെയും ജീവൻ കൊടുത്ത് കർത്താവിന് വേണ്ടി ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അത്യുത്തമമല്ലോ. ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എൻ്റെ പ്രാണനെ പോലും ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധീരതയോടെ പോകാനിടയായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം സത്യമാണ്, വിശുദ്ധന്മാരുടെ അനുഭവങ്ങളെല്ലാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. അതുകൊണ്ട് നമുക്ക് അപ്രകാരമുള്ള അനുഭവം പ്രാപിപ്പാൻ ഒരു പുതിയ സമർപ്പണം നമുക്കെല്ലാവർക്കും ചെയ്തു കൊടുക്കാം. ഈ സമർപ്പണം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളതല്ല. ദൈഹിക ജീവനെ നഷ്ടപ്പെടുത്തി പ്രാകൃത ശരീരം വിതയ്ക്കപ്പെട്ട് ആത്മീക ശരീരം ഉയർത്തുന്ന ശ്രേഷ്ഠമായ പുനരുത്ഥാനം മുഖാന്തരം യേശുവിനോട് താതാത്മ്യപ്പെടുന്നതായ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ബോധമൊക്കെ നമുക്ക് കുറവാണ്. അതുകൊണ്ട് അപ്രകാരം ഒരു പ്രത്യേകമായ വിഷയത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നാണ് പറഞ്ഞത്. എനിക്കും അത് ആവശ്യം, നിങ്ങൾക്ക് ഒരു ആവശ്യം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. പ്രിയ അച്ഛൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം തൻ്റെ കൃപകളെ നമ്മുടെ മേൽ ചൊരിയും. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ, ഇതുപോലുള്ള ദൈവികാഗ്രഹങ്ങളുടെ കാര്യം സാധിപ്പിക്കുന്ന ദൈവം ജീവിക്കും. അതുകൊണ്ട് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും, പ്രത്യാശ വർദ്ധിപ്പിക്കും, വിശ്വാസം ഉറപ്പിക്കും. തുടർന്ന് അത് നമുക്ക് അനുഭവവേദ്യമാക്കി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പിന്നെയും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. കഴിഞ്ഞ ദിവസം പുതിയ നിയമവേദഭാഗത്തിൽ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മൾ വായിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുകയായിരുന്നു. മരണം രണ്ടു തരത്തിലുണ്ട് എന്നും, ഒന്ന് ശാരീരിക മരണം, മറ്റൊന്ന് നിത്യമരണം എന്നിവയാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. യാക്കോബ് 4:14 പറയുന്നത് പോലെ ഏത് മനുഷ്യന്റെയും ജീവിതം മറഞ്ഞു പോകുന്ന ആവിയാണ് എന്ന് യാക്കോബ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. ഫിലിപ്പിയർ 1:21 യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണം ലാഭകരമായ ഒരു കാര്യമാണ്. തൻ്റെ ക്രിസ്തീയമായ ജീവിതത്തിൽ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. മരണത്തെ വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ അഭിമുഖീകരിക്കണം എന്നുള്ള ചിന്തയിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന് പൗലോസ് അപ്രകാരം പറഞ്ഞത്. ഫിലിപ്പിയർ 1:23-24 മരണം ഏറ്റവും അത്യുത്തമമാണ് എന്ന് പൗലോസ് സാക്ഷിക്കുകയുണ്ടായി. വെളിപ്പാട് 14:13 കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരുടെ പട്ടികയിലാകുന്നു എന്നും, മരണം എന്നാൽ പ്രയത്നങ്ങളിൽ നിന്നുള്ള ഒരു വിശ്രമമാകുന്നു എന്നും, എന്നാൽ അവരുടെ പ്രവൃത്തികൾ അവരെ പിൻപറ്റുന്നു എന്നും നാം ചിന്തിച്ചു. മരണം ഒരു വിശ്രമമാണ്. അതിനെക്കുറിച്ച് കർത്താവ് നിദ്ര എന്നാണ് അധിക സ്ഥലത്തും ഈ ലോകത്തിലായിരുന്നപ്പോൾ സംസാരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു. ഒന്ന് കോരിന്ത്യർ 15:26 ചിന്തിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഒടുവിലത്തെ ശത്രുവായിട്ട്
മരണം മാറിപ്പോകുന്നു. നിങ്ങൾ ആ വാക്യം എഴുതിയിട്ടുണ്ടോ? ആദ്യം നമ്മൾ ചിന്തിച്ചതായി. ഇനി മറ്റേതെങ്കിലും ഇത്രത്തോളം വാക്യമല്ലാതെ മറ്റേതെങ്കിലും നമ്മൾ ചിന്തിച്ചോ മരണത്തെ സംബന്ധിച്ച്? എബ്രായർ മരണഭയത്തിൽ നിന്നുള്ളതായ വിടുതൽ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭയത്തിൽ ആയിരുന്നവരെ കർത്താവ് വിടുവിച്ചു. സാത്താൻ മരണത്തിന്റെ അധികാരിയായിരുന്നു എന്നും മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ സാത്താന്റെ കൈവശമായിരുന്നു എന്നും കർത്താവിന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോലായിരുന്നു എന്നും കർത്താവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ആ താക്കോൽ തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് കാൽവരി ക്രൂശിൽ മരണത്തിന്റെ അടിബന്ധത്തിൽ നിന്ന് വിടുതൽ തന്ന് മരണഭയത്തിൽ നിന്ന് വിടുവിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ സാത്താന്റെ കയ്യിൽ നിന്ന് കർത്താവ് വാങ്ങിച്ചെടുത്തു എന്നും അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ ചിന്തിച്ചുറയ്ക്കേണ്ടത് ഇപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ കർത്താവിന്റെ കൈവശമാകുന്നു എന്നും അവൻ അറിയാതെ ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ കുറിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. ഞാൻ ഇപ്രകാരം പറഞ്ഞുവെന്ന എൻ്റെ ഓർമ്മ, ഒരു ദൈവ പൈതൽ മരണത്താൽ ഏത് മുഖാന്തരത്തിലൂടെ ആയാലും ഈ ലോകത്തിൽ നിന്ന് ദൈവം തന്റെ ആത്മാവിനെ എടുക്കുമ്പോൾ അവന്റെ ആത്മാവ് ഏറ്റവും ശുഭപ്പെട്ടിരിക്കുന്ന ഒരവസരത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമെന്നും എൻ്റെ വിശ്വാസമെന്നും ദൈവവചനത്തിന്റെ പിൻബലത്തിൽ ഞാനങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിക്കുകയുണ്ടായി. എന്നാൽ അതുപോലെ ഒരു വചനം നമുക്ക് വായിക്കാനായിട്ടില്ല. ഈ ലോകത്തിൽ ഏത് ദൈവപൈതലായാലും അവന്റെ ആത്മാവ് ഏറ്റവും ശുഭപ്പെട്ടിരിക്കുമ്പോൾ ആണ് ഞാൻ അവനെ വിളിച്ചെന്റെ അടുക്കിലേക്ക് ചേർക്കുന്നത്. ആ മരണത്തിന്റെ മുഖാന്തരം എന്ത് തന്നെ ആയിരുന്നാലും അതങ്ങനെ തന്നെ എന്ന് വായിക്കാനായിട്ടുള്ള ഒരു വചനമില്ലെങ്കിലും അങ്ങനെ ഒരു ആശയമാണ് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്ന് ഇതുവരെ നമ്മൾ ചിന്തിച്ച വിഷയത്തോടുള്ളതായ ബന്ധത്തിൽ ഞാൻ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, എന്നാൽ ഈ ആത്മാവ് ശുഭപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്ന് ജോർജ് സാർ ചോദിച്ചു. കൂടുതൽ വിശദീകരണം എനിക്കും അറിയത്തില്ല. 3 യോഹന്നാൻ അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ശിഷ്യനായ തൻ്റെ ഒരു സഹോദരനായ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രോസ്പെരിറ്റി തിയോളജി, പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ അവർക്ക് എടുക്കാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വാക്യങ്ങളിൽ ഒന്നാമത്തതാണ് ഈ വാക്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തായാലും ഞാൻ പറഞ്ഞ വിഷയത്തോടുള്ളത്, ഗായോസിന്റെ ആത്മാവ് യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ ഗായോസ് എന്ന് പറയുന്ന തന്റെ ശിഷ്യന്റെ തന്റെ സഹപ്രവർത്തകന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു എന്ന് ആര് മനസ്സിലാക്കുന്നു? അപ്പോസ്തലനായ യോഹന്നാൻ മനസ്സിലാക്കുന്നു. എങ്ങനെ ഗായോസിന്റെ ആത്മാവ് ശുഭപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ മനസ്സിലാക്കുന്നു? യോഹന്നാന് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ വിവേചന വരത്താൽ, കൃപയാൽ മാത്രമേ
അത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന്റെ ആത്മാവ് സുഖപ്പെട്ടിരിക്കുന്നു, എന്നാൽ നിന്റെ ദേഹമോ ദേഹിയോ നിനക്കുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അത്രത്തോളം ശുഭപ്പെട്ടിരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മാവ് ശുഭപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ എല്ലാം ശുഭപ്പെട്ടിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് അറിയാം, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമക്കൾക്കോ ദൈവദാസന്മാർക്കോ പരിശുദ്ധാത്മാവിനാലും മറ്റൊരു മനുഷ്യന്റെ ആത്മാവിന്റെ കാര്യം ഏറെക്കുറെ അറിയാനായിട്ട് കഴിയും. ഹൃദയ രഹസ്യങ്ങൾ, മനസ്സുകൾ, ഹൃദയങ്ങൾ, ഇതിനെയെല്ലാം വിവേചിക്കാനായിട്ട് കഴിയും. അനന്യാസ് സഫീറാമാരെ വിവേചിച്ചത് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ അപ്രകാരമാകുന്നുവല്ലോ. മറ്റാർക്കും പിടികിട്ടാത്ത കാര്യം പത്രോസ് വിളിച്ചു പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവാം ദൈവത്തെ നിങ്ങൾ വഞ്ചിച്ചിരിക്കുന്നു, കപടം കാണിച്ചിരിക്കുന്നു എന്നൊക്കെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിഷയങ്ങളെയും ആത്മാക്കളെയും വിവേചിക്കുവാനും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാനും ഇങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവം കൃപ കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. ആത്മാവ് ശുഭപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ അതേ വചനം തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നിന്റെ ആത്മാവ് ശുഭമാണ്. ഞാൻ പറഞ്ഞതുപോലെ ലാസറിന്റെ ആത്മാവ് ഏറ്റവും ശുഭപ്പെട്ടിരുന്ന ഒരു സമയത്ത് ലാസറിനെ വിളിച്ചു. അതുകൊണ്ട് യഥാർത്ഥ ദൈവപൈതൽ ആര് തന്നെയായാലും എവിടെയായാലും ആ ദൈവപൈതൽ മരിക്കുന്നു എങ്കിൽ മരണത്തിന്റെ മുഖാന്തരം ഈ ഭൂമിയിലുള്ളത് എന്തായാലും സ്നേഹവാനായ ദൈവം തമ്പുരാൻ കൃപയാൽ രക്ഷ കൊടുത്ത് തന്റെ മക്കളാക്കി തീർത്തിരിക്കുന്ന ആ ദൈവം തമ്പുരാൻ ആത്മാവ് ശുഭപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ തന്റെ ആത്മാവിനെ വിളിപ്പാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ആത്മാവ് ശുഭപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരം ഒരു വചനത്തിലൂടെ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ദൈവത്തിന് മാത്രമേ നന്നായിട്ട് അറിയാവുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പല പിതാക്കന്മാരുടെയും ദൈവദാസന്മാരുടെയും മരണങ്ങൾ, ദൈവമക്കളുടെയും മരണങ്ങൾ നടന്നപ്പോൾ അതെന്താ അങ്ങനെ മരിച്ചത്, അങ്ങനെ മരിച്ചല്ലോ, ആ രീതിയിൽ മരിച്ചല്ലോ എന്നൊക്കെ അറിയുന്നവരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഇപ്പോൾ ഈ അടുത്തിടെ സംഭവിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ വെച്ച് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആശയം ശരിയാണെന്ന് ഒന്നുകൂടെ ഉറയ്ക്കാൻ ഇടയായി. നമ്മുടെ വി ജോർജ് സാർ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുജൻ ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച ശനിയാഴ്ച വൈകിട്ട് മരിക്കുകയും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അടയ്ക്കുകയും ചെയ്തു. അറ്റാക്കായിരുന്നു. അദ്ദേഹത്തെ വീട്ടിൽ വെച്ച് അതുണ്ടായ ദിവസം തന്നെ ആശുപത്രിയിൽ കൊണ്ടുവരികയും മിക്കവാറും കാര്യങ്ങൾ പോക്കാകുകയും ചെയ്തിരുന്നു. മക്കൾ ദൂരത്തു നിന്ന് വരാനുള്ളത് കൊണ്ട് വെന്റിലേറ്ററിൽ ആയിരുന്നു. വെന്റിലേറ്ററിനകത്ത് ഞാനും പോയി ഒന്ന് കണ്ടതാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട നമ്മുടെ നീർക്കുഴി സഭയുടെ അംഗവും പിന്നീട് ഇപ്പോൾ പിറവം സഭയുടെ അംഗം. ആ നീർക്കുഴി സഭ പിറവത്തേക്ക് ലയിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ലോകത്തിൽ എല്ലാവരും കാണപ്പെടുകയും അറിയപ്പെടുകയും റെക്കോർഡുപരമായിട്ടും നമ്മുടെ സഭയിലെ ദൈവസഭയിലെ ഒരു പിറവം സ്ഥലം സഭയിലെ ഒരംഗമാണ് എന്നുള്ള തരത്തിൽ അറിയപ്പെട്ടിരുന്നു. എന്നാൽ വേണ്ടും വണ്ണം ഒരു മാനസാന്തരം തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് സ്വന്തം സഹോദരൻ തന്നെ സാക്ഷിക്കുകയുണ്ടായി. അദ്ദേഹം മരിച്ച ഒരു സന്ദർഭത്തിൽ, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പുറമേ കാണുന്നതല്ല അത് എന്ന് പറഞ്ഞു. എന്നാൽ താൻ അറ്റാക്ക് വരുന്ന ആ ദിവസങ്ങളിൽ പിറവം സഭയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തൻ്റെ വീട്ടിൽ വെച്ചുള്ള യോഗമാണോ, പിറവം സഭയിൽ വെച്ച് ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന യോഗമുണ്ടായിരുന്നു. ഇദ്ദേഹവും ഭാര്യയും ആ യോഗത്തിൽ
സംബന്ധിച്ചു. ഏതായാലും നമ്മുടെ ഒരു ദൈവദാസൻ തന്നെയാണ് ശുശ്രൂഷയ്ക്ക് വന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തെന്നാണ് പറഞ്ഞത്. സഹോദരൻ പുറമെ നീയൊക്കെ മാറ്റം വന്നു എന്ന് ഉള്ള ഭാവത്തിൽ ജീവിക്കുന്നു എങ്കിലും അകത്ത് യാതൊരു വിധമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലല്ലോ. എത്രയും വേഗം ആ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ പറയുകയുണ്ടായി. ഇത് അദ്ദേഹത്തെ ആ നിമിഷം മുതൽ സ്പർശിക്കാനിടയായി. രണ്ടു തരം അനുഭവങ്ങൾ ഉണ്ടാകാം. നീ ആര് അങ്ങനെ പറയാം, എന്റെ കാര്യം നീ എങ്ങനെ അറിയുന്നത് എന്നുള്ള തരത്തിൽ നീയല്ല ആര് തന്നെ പറഞ്ഞാലും ഞാൻ ഇതൊക്കെ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് കൂസാതെ പോകാവുന്ന ഒരനുഭവമുണ്ട്. എന്നാൽ ഇത് പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കേണ്ടതാണല്ലോ, ഈ ദൈവദാസൻ അത് വെളിപ്പെട്ടല്ലോ എന്നുള്ള എളിമയോടും താഴ്മയോടും ദൈവഭയത്തോടും കൂടിയുള്ള ചിന്ത മറുഭാഗത്തുണ്ടാകാം. ഇദ്ദേഹത്തിന് സംഭവിച്ചത് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ, എന്റെ കാര്യം ഇതുവരെയും വീണ്ടും വണ്ണം ആയിട്ടില്ലല്ലോ, ഞാൻ ഏറ്റെടുക്കുന്നു, ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ആ യോഗത്തിൽ ആദ്യാവസാനം ഇരുന്നിട്ട് വീണ്ടും പോകാൻ നേരത്ത് എനിക്ക് വേണ്ടി പാസ്റ്റർ ഒന്നുകൂടെ പ്രാർത്ഥിക്കണം, ഞാൻ ആ പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നുകൂടെ പ്രാർത്ഥിപ്പിച്ച കടന്നുപോയത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുകയും ആ തെറ്റുകളും കുറ്റങ്ങളും സമ്മതിക്കുകയും ഒരു പുനഃ സമർപ്പണ ജീവിതത്തിനായിട്ട് വാഞ്ചിക്കുകയും ഈ ദൈവദാസനോട് തന്നെ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടതാണ്. വീട്ടിൽ ചെന്നിട്ട് അന്നാണ് ഈ അറ്റാക്ക് അനുഭവപ്പെടുന്നത്. അപ്പം തന്നെ പെട്ടെന്ന് ഭാര്യ മറ്റാളുകളുടെ സഹായത്തോടെ പുറത്ത് കൊണ്ടുവന്നെങ്കിലും പെട്ടെന്ന് കോലഞ്ചേരിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അപ്പം തന്നെ അവർ പരിശോധിച്ച് വെന്റിലേറ്ററിലാക്കിയതാണ്. ഞാൻ കയറി കാണുമ്പോൾ എന്നോട് പറഞ്ഞത് തലച്ചോറ് മരിച്ചു, ഇനി ബാക്കി ചെസ്റ്റിലൊക്കെ ഇച്ചിരി ജീവനുണ്ട്. എനിക്കും ആശുപത്രിയിലെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. അത് വെന്റിലേറ്ററിൽ ഇട്ടിട്ട് പ്രിയപ്പെട്ടവർ വന്നിട്ട് അതൊക്കെ കണ്ടിട്ട് എടുക്കാൻ അതെടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ എല്ലാം ആകും. അപ്പോൾ ഞാൻ ഇത് ഇദ്ദേഹം ഇങ്ങനെ സഹോദരന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യം ഇദ്ദേഹം ഷെയർ ചെയ്തപ്പോൾ കേട്ടതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ കാര്യം ഓർത്തു. ആ കൃത്യമായ സമയത്തിന് ഈ അറ്റാക്ക് മുഖാന്തിരം ആ ദാസന്റെ ആത്മാവിനെ ദൈവം വിളിച്ചപ്പോൾ അതിനു മുമ്പ് ഏതൊരു നിമിഷത്തിലാണ്, ഇതിനു മുമ്പ് അറ്റാക്ക് വന്നിട്ടുണ്ട് പോലും, ഇല്ലേ, ഇതിനു മുമ്പും വന്നിട്ടുള്ളതാ. ഇതിനു മുമ്പ് ഏതൊരു സന്ദർഭത്തെങ്കിലും വിളിച്ചാലും ഒരു ദൈവപൈതലായി തീർന്നു എന്ന് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞിട്ട് ആ നിമിഷം ഒഴികെ ബാക്കി ഏതൊരു നിമിഷത്തിന് മുമ്പായിരുന്നെങ്കിലും ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗരാജ്യത്തിൽ പോകാൻ സാധ്യതയില്ല. എന്നാൽ ഇപ്രകാരം ഒരു അകത്തൊരു ചേഞ്ച്, ഹൃദയം തകർന്ന നിലവിളിക്കുന്ന ദൈവമേ ഞാൻ പാപിയാണ്, കുറവുണ്ട്, ഒത്തിരി അഭിനയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ, ഞാൻ ആളുകളെ വഞ്ചിച്ചാണല്ലോ ജീവിക്കുന്നത്, ആരും അറിയാതെ ചില പാപങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് അനുദപിച്ച് ദൈവത്തെ വിളിച്ച ഹൃദയം തകർന്നെങ്കിൽ ആ നിമിഷം ദൈവം ആ മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുകയും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി പോലെ അവനെ അംഗീകരിക്കുകയും നിശ്ചയമായും ദൈവം ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇത് സംഭവിച്ചപ്പോൾ, ഈ സാക്ഷ്യം കേട്ടപ്പോൾ, ഞാനിവിടെ പറഞ്ഞ കാര്യം അദ്ദേഹം അറിഞ്ഞില്ല, അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം ഞാനും അറിഞ്ഞില്ല. സ്വന്തം അനുജന്റെ മരണത്തോടും ശവസംസ്കാരത്തോടും കൂടെ തന്റെ ഏറെക്കുറെ രഹസ്യ ജീവിതത്തെ കുറിച്ചൊരു അറിവുള്ള പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ഇപ്രകാരം ഒരു ജയിച്ചു വന്നല്ലോ എന്നുള്ള ഒരു കുറെ കൂടെ ഒരു ആത്മീകമായ സന്തോഷത്തിൽ അത് എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ അത് ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നി. ഒരു പക്ഷേ ഒരു ദിവസത്തോടെ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയുന്നില്ല. എന്താണെങ്കിലും ഇതിങ്ങനെയുള്ള അനുഭവങ്ങൾ അനേകരും ഷെയർ ചെയ്തതിന്റെ വെളിച്ചത്തിലും എന്താണെങ്കിലും കൃപയാലുള്ള രക്ഷ കൊടുത്തിട്ട് എത്രമാത്രം തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും വന്നാലും താൻ മരണമുഖാന്തരമായി ഈ സഹോദരനെ നിത്യയിലേക്ക് ചേർക്കുമ്പോൾ ആത്മാവെന്തോരും ശുഭപ്പെട്ടിരിക്കാം. അതിന് ഏറ്റവും നല്ല ആ വ്യക്തിത്വത്തിന് ഏറ്റവും നല്ലത് എന്ന് ദൈവം കാണുന്ന ആ നിമിഷത്തിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ
എന്ന് ഉള്ള ആ ദൃഢമായ വിശ്വാസത്തിന് എനിക്കൊരു ഉറപ്പ് കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലൊരു വചനം പറയാനില്ലെങ്കിലും പക്ഷേ ഈ പെട്ടെന്നുള്ള മരണങ്ങളും മരണത്തിന്റെ മുഖാന്തരങ്ങളും ജീവിച്ചിരിക്കുന്നവർക്കും മറ്റുള്ളവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയാത്തതും ആരുടെയും വേർപാട് ഉറ്റവർക്കും ഉടയവർക്കും എല്ലാവർക്കും ആ ബന്ധമനുസരിച്ച് ദുഃഖകരമാകുന്നു എങ്കിലും ഇതായിരിക്കും സംഭവിക്കുക. കർത്താവ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവരുടെ മരണമൊക്കെ ഇവരുടെ ദുഃഖമൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും ഇവരുടെ ദുഃഖത്തെ ഓർത്ത് ഇവർ ദുഃഖിക്കാതിരിക്കട്ടെ എന്നൊക്കെ ഓർത്ത് കർത്താവ് ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അദ്ദേഹം നിത്യ ശിക്ഷാവിധിയിലേക്ക് പോവുകയും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖമല്ല, മരണത്തിന്റെ മുഖാന്തരമല്ല, അറിയുന്നവരുടെ ആക്ഷേപ പരിഹാസ നിന്ദകളല്ല, ദൈവം അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ബാലശിക്ഷ എന്നുള്ള നിലയിൽ ശാരീരിക മരണം വരെ ദൈവം കൊടുക്കുമെന്ന് കർത്തൃമേശ്വരുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ബലഹീനത, ചിലർക്ക് രോഗം, ചിലർക്ക് ശാരീരികമായ മരണം. കർത്തൃമേശ്വരുള്ള ബന്ധത്തിൽ കോരിന്ത്യ സഭയ്ക്ക് കൊടുത്ത ശിക്ഷകളാണ് അവിടെ വായിച്ചിരിക്കുന്നത്. ആ ശിക്ഷകൾ തന്നെയുമാകാം, അതിനേക്കാൾ കൂടിയതും കുറഞ്ഞതുമാകാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം കൂടെ വെച്ചാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ശാരീരിക മരണം വരെയുള്ള ശിക്ഷകൾ കർത്തൃമേശ്വരുള്ള ബന്ധത്തിൽ കൊടുക്കുന്നു? ലോകത്തിന്റെ ശിക്ഷ ഇങ്ങനെയാ പറയുന്നത്, ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട് ലോകത്തോടു കൂടെ നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം ബാലശിക്ഷകൾ കൊടുക്കുന്നതാകുന്നു എന്ന് വിചാരിക്കണം. നമ്മെ തന്നെ വിധിച്ചാൽ ദൈവത്താൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ, ദൈവം വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ ദൈവം നമ്മെ ബാലശിക്ഷ കഴിച്ചതാണ്. ഈ മരണം ദൈവമക്കളുടെ ഈ കർത്തൃമേശ്വരുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ മരണമാകുന്ന ശിക്ഷ വരെ കൊടുത്ത് മാറ്റുന്നത് എന്നുള്ളത് അങ്ങനെ ഓർത്തുകൊള്ളണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത് അപ്രകാരം പറയാനായിട്ട് ഇടയായത്. ഇതിനപ്പുറം ആ വിഷയം പറയാനായിട്ട് എനിക്കും അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ദൈവവചനം പോലെ ഉൾക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ബോധ്യപ്പെടുന്ന വിഷയങ്ങൾ അംഗീകരിച്ചാലും മതി. ഒരു ദിവസം പറഞ്ഞ കണക്ക് വിവാഹിതരെ കുറിച്ച് എന്റെ അഭിപ്രായമല്ല, കർത്താവിന്റെ കൽപ്പന അതങ്ങനെ തന്നെ. ഇത് ഞാൻ പറയാൻ പോകുന്നു. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, കർത്താവ് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ കൃപയുള്ള ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് പറഞ്ഞ കണക്ക് ഇത് പൗലോസ് പറഞ്ഞ കണക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം, കൃപയാലുള്ള രക്ഷ നമുക്ക് തന്നിട്ട് ജീവിതത്തിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മരണം വരെയുള്ള ബാലശിക്ഷകളാൽ ഒക്കെ എടുത്ത് നല്ലൊരു അന്ത്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്നേഹനിധിയായ കർത്താവ് നമ്മെ ഓർത്ത് അപ്രകാരം ചെയ്യും. പക്ഷേ ആ മരണത്തിന്റെ മുഖാന്തരങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വണ്ണമുള്ള കരച്ചിലുകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും കർത്താവ് ഇതിനേക്കാൾ വലുതായിട്ട് കാണുന്നത് ഈ ദൈവ പൈതലിന്റെ ആത്മാവിന്റെ നിത്യതയാണ്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞു. നമുക്ക് മറ്റ് വിഷയത്തിലേക്ക് കടന്നു വരാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ലോക ജീവിതം, മരണം, മരണാനന്തര അനുഭവങ്ങൾ, ഇതാണല്ലോ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ വിഷയങ്ങൾ. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ഏറ്റവും അവസാനത്തേതും അതുപോലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള രണ്ട് വേദഭാഗങ്ങളാണ്. ക്രിസ്ത്യാനിയാണോ മരണത്തിന്റെ സമയത്ത് വായിച്ച് കേൾക്കുന്ന സമുദായങ്ങളിലാണെങ്കിൽ ലേഖനങ്ങളും ഏവങ്കേലിയോനും ശവം പള്ളി കൊണ്ടുവച്ചിട്ട് അവസാന ശുശ്രൂഷ ചെയ്യുമ്പോൾ പട്ടക്കാര് വായിക്കുന്ന ഏവങ്കേലിയന് മുമ്പ് ശുശ്രൂഷക്കാര് വായിക്കുന്ന ലേഖനങ്ങളും സുവിശേഷ വേദഭാഗങ്ങളും അതാണ് അവസാനിക്കുന്നത്. അതില് 1 തെസ്സലോനിക്ക ലേഖനം 4-ന്റെ 16-17 വാക്യമാണ് മർമ്മപ്രധാനമായിട്ടുള്ളതായ ആ വാക്യം. അതുകൊണ്ട് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ ഒന്നുകൂടെ വായിക്കാം. നമുക്ക് അതിപരിചയമുള്ള ഭാഗങ്ങളാണ്. കാരണം മരണത്തോട് ബന്ധപ്പെട്ട് എടുക്കുന്ന വേദഭാഗമാണ്. ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലും സഭകളിലും വേർപാട് സഭകളിലും എല്ലാം എന്നുള്ള കാര്യം അറിയാം. അപ്പോ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് എഴുതി കൊടുക്കുന്ന, അവരെ പ്രബോധിപ്പിക്കുന്ന, അവരെ ബോധവാന്മാരാക്കുന്ന ഒരു വേദഭാഗമാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ
ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, മരിച്ചു പോകുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത്. നിങ്ങൾക്കൊരു നല്ല അറിവ്, വചനപരമായ ഒരു നല്ല അറിവുണ്ടാകണം. 1 തെസ്സലോനിക്കർ 4:13 മുതൽ 18 വരെയുള്ളതായ വേദഭാഗം. നിങ്ങൾക്കൊരു നല്ല അറിവുണ്ടാകണം. അത് എന്തിനു വേണ്ടി കേട്ടാണ്? ഈ ലോകത്തിൽ പ്രത്യാശയില്ലാത്ത കുറെ ആളുകളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും മരണം സംഭവിച്ചാൽ, അവരുടെ ആരുടെയെങ്കിലും മരിച്ചു പോയാൽ, അവരുടെ മരണ വീട്ടിലെ വിലാപം കണ്ടാൽ കേട്ടാൽ യാതൊരു വിധമായ പ്രത്യാശയും ഈ മരിച്ചുപോയവർക്കുമില്ല, മരിച്ചുപോയവരുടെ സ്വന്തപ്പെട്ടവർക്കുമില്ല എന്ന് തോന്നുന്നു. എന്നാൽ ദൈവസഭയിൽ, ദൈവമക്കളിൽ അത് അപ്രകാരമായിരിക്കരുത്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ മരിക്കുന്നവരെ കുറിച്ച് ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ അറിവ്, ഈ വചനപരമായ അറിവ്, ദൈവഹിതപ്രകാരമുള്ള അറിവ് അങ്ങനെയുള്ളവർ അറിയട്ടെ എന്നാ പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയാ ചെയ്യുന്നത്, അങ്ങനെ തന്നെ പിതാവായ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുന്നു. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്നു എങ്കിൽ, അങ്ങനെ തന്നെ വിശുദ്ധന്മാര്, നിദ്ര കൊണ്ടവര് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യേശു മുഖാന്തരം അവനോട് കൂടെ വരുന്നു. അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോട് കൂടെ ഈ മരിച്ചവരെ മുഴുവൻ കൊണ്ടുവരും എന്നാ പറഞ്ഞിരിക്കുന്നത്. ശവം ചുമന്നുകൊണ്ട് വരുന്ന കാര്യമാണോ? അല്ല. ജീവനുള്ളവരായി യേശുവിനോട് കൂടെ ദൈവം കൊണ്ടുവരും. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ജീവിച്ചു, അവൻ സ്വർഗത്തിലേക്ക് പോയി, അവൻ ഇപ്പോഴും ജീവിക്കുന്നു, അവൻ ഇനിയും വരും. തന്റെ മക്കളെ ചേർക്കുവാൻ വരുമ്പോൾ, തന്റെ മക്കളെ ചേർക്കാനായിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് യേശുവിനോട് കൂടെ മരിച്ചുപോയ സകല വിശുദ്ധന്മാരെയും പിതാവായ ദൈവം ഇനി കൊണ്ടുവരും എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൊണ്ടുവരും കർത്താവിനോട് കൂടെ. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ, ഇങ്ങനെ വരുത്താനായിട്ട് വരുന്ന യേശുവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നമ്മൾ നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വരവെങ്കിൽ ആദ്യം കർത്താവിനോട് കൂടെ വരുന്നത് ആരാണ്? ജീവനോട് ഇരുന്നിട്ട് രൂപാന്തരപ്പെടുന്നവരല്ല, മരിച്ചുപോയ വിശുദ്ധന്മാരാണ്. ജീവനോടിരിക്കുന്ന കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ മരിച്ചവർക്ക് മുമ്പരാകുകയില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഇവര് രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് ആരെ വരുത്തുന്നാ പറഞ്ഞിരിക്കുന്നത്? കർത്താവിൽ മരിച്ചവരെ വരുത്തും. ആ ഒരു കാര്യം നമ്മൾ അറിയണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ഈ ഗൗരവമായ പ്രധാനപ്പെട്ട ഈ വാക്യം പറയുന്നത്. ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും യേശു പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മധ്യസ്ഥത യാചിച്ചു കൊണ്ടിരിക്കുന്ന ആ മധ്യസ്ഥത അവസാനിപ്പിച്ചിട്ട് പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇരിപ്പ് മതിയാക്കിയിട്ട് താൻ തന്റെ വിശുദ്ധരെ ചേർക്കുവാൻ അവിടെ വിട്ട്, സ്വർഗം വിട്ട്, പിതാവിന്റെ വലഭാഗം വിട്ട് താൻ താഴോട്ട് ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നതായ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച്, അകമ്പടിയെ സംബന്ധിച്ച്